ഹായ് ഹലോ ടെക് ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണം. നമ്മുടെ ഈ ഒരു ചാനലിൽ ഒത്തിരി ജോലികളുടെ വേക്കൻസീസ് നമ്മൾ പരിചയപ്പെടുത്താറുണ്ട്. ഒരു ഫുൾ ടൈം ജോബ് നോക്കുന്നവർക്ക് ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ ഫ്രഷർ വേക്കൻസി അങ്ങനത്തെ എല്ലാം ബേസ്ഡ് ആയിട്ടുള്ള ജോലികൾ നമ്മൾ ഈ ഒരു ചാനലിൽ കൊണ്ടുവരാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ജോലികൾ ഏതാണോ അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് കേന്ദ്ര സർവീസിൽ വന്നിരിക്കുന്ന 2400 ഒഴിവുകളെ കുറിച്ചിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ എന്തൊക്കെ തരത്തിലുള്ള വേക്കൻസിയാണ്, അതുപോലെ തന്നെ എന്നാണ് ഇതിൻ്റെ എക്സാം, മാത്രമല്ല എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, അങ്ങനത്തെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു ഗവൺമെൻറ് ജോലി നോക്കുന്നവരാണെങ്കിൽ ഇതിലേതെങ്കിലും പോസ്റ്റിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 10ാം ക്ലാസ് മുതൽ ഡിഗ്രി കഴിഞ്ഞവർക്ക് വരെയുള്ള പോസ്റ്റുകൾ ഇവരിപ്പോൾ റീസെൻ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എത്രയും വേഗം അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകാം. അതിന് മുൻപേ തന്നെ നമ്മുടെ ഈ ഒരു ടെക് ടിപ്സിൻ്റെ ചാനൽ നിങ്ങളിൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. SSC വിജ്ഞാപനം വന്നിട്ടുണ്ട്. 2400 ഒഴിവുകളാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു വിജ്ഞാപനത്തിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. 10ാം ക്ലാസ്, ഹയർ സെക്കൻഡറി, അതല്ലെങ്കിൽ ഗ്രാജുവേഷൻ, അതിന് മുകളിൽ യോഗ്യതയുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്ന വിവിധ പോസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് വിവിധ റീജിയനുകളിലായിട്ടാണ് ഒഴിവുകൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന 138 ഒഴിവ് കേരളം ഉൾപ്പെടുന്ന റീജിയനിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെയുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും കേട്ടോ. ഇതിൻ്റെ അകത്ത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നടത്തുന്ന തീയതി വന്നിരിക്കുന്നത് ജൂലൈ 24 മുതൽ ഓഗസ്റ്റ് 4 വരെയുള്ള ഡേറ്റിലായിരിക്കും. ഈ ഒരു സെലക്ഷൻ ടെസ്റ്റ്, ആ ഒരു റിട്ടൺ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടല്ലോ, അത് ഇവർ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവരുടെ SSCയുടെ വെബ്സൈറ്റിൽ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതിൻ്റെ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇവർ ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവർ ഈ ഒരു തസ്തികകളിലേക്ക് വന്നിരിക്കുന്ന പ്രായം എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ അകത്തത്തെ പരീക്ഷയിലോട്ട് വരുവാണെങ്കിൽ നമ്മുടെ യോഗ്യത അനുസരിച്ച്, അതായത് 10ാം ക്ലാസ്, ഹയർ സെക്കൻഡറി, ഗ്രാജുവേഷൻ, PG എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട് 4ആയിട്ട്. കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ ഈ ഒരു ക്വാളിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ ക്വസ്റ്റ്യൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. ഇതിൻ്റെ അകത്ത് വരുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് ജനറൽ ഇൻ്റലിജൻസ്, അതുപോലെ തന്നെ ജനറൽ അവെയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ്, ഇങ്ങനെ 200 മാർക്കിനായിരിക്കും ആ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നടത്തുന്നത്. പരീക്ഷാ കേന്ദ്രങ്ങൾ ബാംഗ്ലൂർ, അതുപോലെ തന്നെ കർണാടക, കേരളത്തിലാണെങ്കിൽ കണ്ണൂർ, കോട്ടയം, കോഴിക്കോട്, ട്രിവാൻഡ്രം, എറണാകുളം, കൊല്ലം, തൃശ്ശൂർ ആണ് നടത്തുന്നത്. പിന്നെ ലക്ഷദ്വീപിലാണ് പരീക്ഷാ കേന്ദ്രങ്ങൾ വരുന്നത്. ഫീസ് വനിതകൾക്കും അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്കും SC/ST വിഭാഗക്കാർക്കും ഫീസില്ല. മറ്റുള്ളവർക്ക് 100 രൂപ മാത്രമേ ഫീസുള്ളൂ. ഒത്തിരി പോസ്റ്റുകളുണ്ട്. അതിൻ്റെ അകത്ത് ഇൻസ്ട്രക്ടർ, അതുപോലെ തന്നെ ലബോറട്ടറി അസിസ്റ്റന്റ്, അതുപോലെ തന്നെ ടെക്നിക്കൽ ഓഫീസർ, ടൂറിസ്റ്റ് ഇൻഫർമേഷൻ ഓഫീസർ, സയന്റിഫിക് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് സൂപ്രണ്ട്, അതുപോലെ തന്നെ ടെക്നിക്കൽ അസിസ്റ്റന്റ്, അങ്ങനെ ഒത്തിരി പോസ്റ്റുകളുണ്ട്. അപ്പം നമ്മുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള പോസ്റ്റുകളിലോട്ടൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം നമുക്ക് ആ ഒരു ഹോൾ ടിക്കറ്റും മറ്റുള്ള കാര്യങ്ങളും മെയിൽ ത്രൂ ആയിരിക്കും വരുന്നത്. അതിൻ്റെ ഡേറ്റ്, ടൈം ഓഫ് എക്സാമിനേഷനും കാര്യങ്ങളൊക്കെ ഹോൾ ടിക്കറ്റിലുണ്ടാവും. സാധാരണ പോലെ തന്നെ നമുക്ക് അപ്പിയർ ചെയ്യാവുന്നതാണ്. ഈ ഇത്രയും പോസ്റ്റുകളിലോട്ട് അപ്ലൈ ചെയ്യേണ്ട അവസാനത്തെ തീയതി വന്നിട്ട് ജൂൺ 23-ാം തീയതിക്ക് മുൻപായിട്ട് നിങ്ങൾ ഇതിൻ്റെ അകത്ത് SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് കേട്ടോ. ഓൺലൈനായിട്ടും അതല്ലെങ്കിൽ മൈ SSC എന്ന് പറഞ്ഞിട്ട് മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ ത്രൂവും നിങ്ങൾക്ക് 1 ടൈം രജിസ്ട്രേഷൻ PSC പോലെ തന്നെ കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം ഏത് പോസ്റ്റാണോ നിങ്ങൾക്ക് താല്പര്യം അതിലോട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതറിയാത്തവർക്കായിട്ട് ഇങ്ങനൊരു നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത്. കാരണം ഗവൺമെൻറ് ജോലി നോക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് 2400 ഒഴിവുകൾ വന്ന സ്ഥിതിക്ക് ഒത്തിരി കാൻഡിഡേറ്റ്സിന് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിലും കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മറ്റൊരു ജോലിയായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.